ഹായ്, ഇന്ന് എൻ്റെ ടോപ്പിക്ക് ടൈം, സമയം ഒരു അനുയോജ്യമായ വസ്തുവാണ് അല്ലേ? ഓരോ നിമിഷവും വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ സമയം വളരെ പാഴാക്കാതെ ടൈം മാനേജ്മെൻറ്റ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ ടൈം മാനേജ്മെൻ്റ് ഉള്ളവരായിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ ടൈം കളയരുതെന്ന് പറയുന്നത്, ജീവിതത്തിലെ വിലപ്പെട്ട നിക്ഷേപം സമയം നഷ്ടപ്പെടുന്നത് ഒരുപോലെ നിക്ഷേപം നഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ്. ഓരോ നിമിഷവും അത് നഷ്ടപ്പെട്ടാൽ അത് നമുക്കൊരിക്കലും മടക്കി കിട്ടാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സാധ്യതകളുടെ നാശനം, അതായത് ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ പ്രയത്നം നാളെ വലിയ ഒരു നേട്ടങ്ങളിലോട്ട് നമ്മളെ എത്തിക്കും. അതാണ് പറയുന്നത്, ടൈം നമ്മൾ കറക്റ്റാക്കി ചെയ്യുക. ടൈം പാഴാക്കുമ്പോൾ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുകയും മെച്ചപ്പെടുത്തലും തടസ്സപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ടൈം ഒരിക്കലും പാഴാക്കരുത്. അതുപോലെ സ്വയം നിയന്ത്രണം, നമ്മൾ ഈ സമയം മാനേജ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ ടെൻഷൻസ് കുറയും, നമ്മൾക്കൊരു നിയന്ത്രണം വരും. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു വ്യക്തിഗത ലക്ഷ്യങ്ങൾ, ഈ സമയത്ത് ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസങ്ങൾ വർദ്ധിക്കുകയും അതുപോലെ പ്രയാസങ്ങളെ മറികടക്കാനുള്ള ശക്തി നമുക്ക് ആർജിക്കുകയും ചെയ്യാം. മനസ്സിലായോ? പിന്നെ അതുപോലെ ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും നല്ലതായി തീരട്ടെ എന്ന് ഉറപ്പാക്കുക. അതുപോലെ വിശ്രമം, അതായത് ഇടയ്ക്കിടെ വിശ്രമം എടുക്കുക. അത് നമ്മുടെ മനസ്സിനെ പുതിയ ഒരു ചുറ്റുപാടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരും. മനസ്സിലായോ? നമ്മൾ നമ്മളൊരു സ്ലീപ്പൊക്കെ എടുത്താൽ നമുക്കതൊരു മനസ്സിനൊരു നിയന്ത്രണം കിട്ടാനായിട്ട് കഴിയും. നിലവിലുള്ള സമയത്തെ അറിയുക, ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളുടെ ക്രമീകരണം അറിയുക. ഏതെല്ലാം കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ സമയം വെറുതെ പാഴാക്കി കളയുന്നത്, അതുപോലെ അവ മാറ്റാൻ ശ്രമിക്കുക. എന്തിലൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതുപോലെ ഒരു മലയാളത്തിലൊരു പ്രചോദന വാക്യമുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ സമയം എത്ര വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും അതുപോലെ പ്രയോജനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം രൂപപ്പെടും. അതാണ് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രചോദനമായ വാക്ക്. ഈ പ്രേരണയുമായി ഇന്നേ ദിവസം തന്നെ നമ്മൾ പ്രവർത്തനങ്ങളിൽ മുഴുകുക, മുന്നോട്ട് പോകുക. ഒരിക്കലും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യില്ല. ഓരോ ചെറിയ പ്രവൃത്തിയും കൂട്ടിച്ചേർന്ന് വലിയ ഒരു വിജയത്തിലേക്ക് നമ്മളെ അത് എത്തിക്കും. അപ്പോൾ സമയം വൃത്തിയായി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അതുപോലെ നമ്മളുടെ ഈ ടൈം വളരെ വിലപ്പെട്ടതാണ്, അതൊരിക്കലും നമ്മൾ പാഴാക്കരുത്. അതുപോലെ നമ്മൾ ഈ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുമ്പം ടൈമിൽ ഓരോ സമയം ഇന്നതിന് ഇന്നത് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലത് വെച്ചാൽ നമുക്ക് ആ സമയത്ത് തന്നെ അത് ഫുള്ള് ചെയ്ത് തീർക്കാനുമൊക്കെയുള്ള ഒരു ബിസി ഷെഡ്യൂൾ വരുമ്പോൾ നമ്മൾ ഈ ടെൻഷനും നമ്മുടെ എല്ലാം മാറി നമുക്ക് ഫുൾ ബിസി ആയിട്ടിരുന്നാൽ തന്നെ നമ്മുടെ ഈ ഓവർ തിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇന്ന ഒരു സമയത്ത്, ഞാനൊക്കെ ഒരു 3:30 എന്നുള്ള ഒരു ടൈം ഷെഡ്യൂളാണ്, 3:30 4 o'clock. ആ ടൈമിൽ എണീറ്റിട്ട് ഇന്ന ടൈമിൽ ഒരു ടൈമിൻ്റെ ഒരു ഷെഡ്യൂൾ തന്നെ ഉണ്ടാക്കുക. ഇന്ന ടൈമിൽ ഇന്നത് ചെയ്യും. രാവിലെ കുളിക്കുക, പ്രയർ, അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ, മോർണിംഗ് റുട്ടീൻ, അങ്ങനെ അതുപോലെ കുക്കിങ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, പിന്നെ ജോലിക്ക് പോവുക, ഓഫീസിൽ പോവുക, അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇന്ന സമയത്ത് ഞാൻ ഇന്നത് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു തീരുമാനം എടുത്തൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാനോ അതുപോലെ എന്തെങ്കിലും ആരോടെങ്കിലും ഗോസിപ്പ് പറയാനോ ഒന്നിനും നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ സമയം എങ്ങനെയാണ് വളരെ പ്രയോജനപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല ഒരു പേഴ്സണാലിറ്റി ആയി മാറും, നമുക്ക് ആത്മനിയന്ത്രണം ലഭിക്കും, അതുപോലെ നമുക്ക് ആത്മവിശ്വാസം ലഭിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ടൈമൊക്കെ നല്ലതായിട്ട് കീപ്പ് ചെയ്യാൻ പാഴാക്കാതെ സമയം യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കൂ. കീപ് ഗോയിങ്. താങ്ക് യു സോ മച്ച്.